കേരളത്തിലെ കേബിൾ ടി വി പ്രസ്ഥാനത്തെ തകർക്കാനാണ് കോർപ്പറേറ്റുകളോട് കൂറുള്ള ചില KSEB ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് COE സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി, ഒന്നിൽ കൂടുതൽ ഫൈബറുകൾ വലിച്ചിട്ടുണ്ട്, അല്ലെ കേബിളുകൾ വലിച്ചിട്ടുണ്ട്, ഓരോ കേബിളിനും നിരക്ക് തരണം. അപ്പോഴാണ് നമ്മൾ വീണ്ടും പോരാട്ടങ്ങൾ ആരംഭിച്ചത്. ആ പോരാട്ടങ്ങൾ ആരംഭിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരത്തെ സമരം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി, ബോർഡ് ഒരു ഉത്തരവിറക്കി, കൃത്യമായി പറഞ്ഞു നിലവിലുള്ളത് തുടരട്ടെ, ബാക്കിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ കേരളത്തിലെ ചില ഉദ്യോഗസ്ഥർ തയ്യാറില്ല. ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇതൊന്നുമല്ല നിയമം. ഈ ഇറക്കിയ ഉത്തരവുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോഴും അവർ പറയുന്നു ഇതൊന്നുമല്ല, നിങ്ങൾ ഓരോ കേബിളിനും പണം തരണം. ചില ആളുകൾ നിങ്ങൾ ടെലികോം കമ്പനികൾ തരുന്ന നിരക്ക് തരണം. അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. കേരളത്തിലെ കേബിൾ ടി വി വ്യവസായം നമ്മൾ ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്തപ്പോൾ വെറുതെ പാകപ്പെടുത്തിയെടുത്തതല്ല. കഴിഞ്ഞ 30 കൊല്ലത്തെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കേരളത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്ക് ശൃംഖല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് പോസ്റ്റ് ഏകീകരിക്കണം. KSEB പോസ്റ്റുകൾ ഏകീകരിക്കണമെന്നും കൃത്യമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും സർക്കാരിന്റെ പരിഗണന ഉണ്ടായിട്ടും ചില ഉദ്യോഗസ്ഥർ അനാസ്ഥ പുലർത്തുകയാണെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. കുത്തകകൾക്കെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ പോരാടണമെന്നും അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K ഗോവിന്ദൻ, PP സുരേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി PP സുരേഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, ജില്ലാ ട്രഷറർ CG ജോസ്, ജില്ലാ ഭാരവാഹികളായ സന്തോഷ് ജോസ്, R മോഹനകൃഷ്ണൻ, EN ടോണി, ബൈജു ചിരിയങ്കണ്ടത്ത്, KT ജേക്കബ്, ജോർജ് ലിയോ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് പതാക ഉയർത്തി. നാളെ വൈകിട്ട് ചാലക്കുടിയിൽ പൊതുസമ്മേളനം നടക്കും. മന്ത്രി K രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.